മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യം അനിവാര്യമാണെന്ന സ്വാമി ചിദാനന്ദപുരി പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾക്ക് മനുഷ്യനും കാരണമാകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പശ്ചിമഘട്ട സംരക്ഷണവും മുല്ലപ്പെരിയാർ ഭീഷണിക്ക് പരിഹാരവും എന്ന വിഷയത്തിൽ കോഴിക്കോട് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് കഴിയേണ്ടത് അനിവാര്യമാണെന്ന് സ്വാമി ചിദാനന്ദപുരി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കേസരി ഭവനിൽ പശ്ചിമഘട്ട സംരക്ഷണവും മുല്ലപ്പെരിയാർ ഭീഷണിക്ക് പരിഹാരവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഒന്നും നിയന്ത്രണത്തിലല്ലാത്ത സ്വാഭാവികമായി പ്രകൃതിയിൽ സംഭവിക്കുന്ന പരിവർത്തനങ്ങൾ ഏറെയുണ്ട്. അതെല്ലാം മാനുഷികങ്ങളായ കൈകടത്തൽ കൊണ്ടല്ല എങ്കിൽ തന്നെ മനുഷ്യരായ നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ വീക്ഷണദോഷങ്ങളെ കൊണ്ടും നമ്മുടെ തെറ്റായ കൈകടത്തൽ കൊണ്ടും എന്തെല്ലാം ദുരിതങ്ങൾ ഈ അമ്മയ്ക്ക് സംഭവിക്കുന്നു, ഈ പ്രകൃതിയിലുണ്ടാവും. മുല്ലപ്പെരിയാർ റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ടണൽ നിർമ്മിക്കണമെന്ന് മുല്ലപ്പെരിയാർ ഭയവും ഭാവിയും എന്ന വിഷയത്തിൽ സംസാരിച്ച മെട്രോമാൻ ഇ ശ്രീധരൻ അഭിപ്രായപ്പെട്ടു. ഒരു പുതിയ അണക്കെട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വളരെ സമയമെടുക്കും, വളരെ കോസ്റ്റാവും. എങ്ങനെ മിനിമം 12 to 15 years എടുക്കും അങ്ങനത്തെ അണക്കെട്ട് പണിയെടുക്കില്ല. അവിടെ തമിഴ്നാട്ടിലേക്ക് ഈ റിസർവോയറിൽ നിന്ന് ഒരു ടണൽ അറ്റ് 100 feet ഹൈറ്റ് 100 അടി ഉയരത്തിൽ ഒരു ടണൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് മീതെ വെള്ളം പോകാൻ സമ്മതിക്കേണ്ടത്. അതായത് ഇപ്പോഴത്തെ 142 അടി വെള്ളം നിൽക്കുന്നതിന് പകരം 100 അടി വെള്ളം നിൽക്കാനേ സമ്മതിക്കുള്ളൂ. എന്നാൽ വെള്ളം എന്തായാലും മുഴുവൻ തമിഴ്നാട്ടിലേക്ക് കിട്ടും. കാരണം 100 അടിക്ക് മീതെ വെള്ളം വന്നാൽ അത് ഉടനെ തമിഴ്നാട്ടിലേക്ക് പോകും. ആ വെള്ളം സമയത്തിന് ഉപയോഗിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ ചില വൈകെ നദിയിൽ ചില തടയണകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡാമുകളോ കെട്ടി നിർത്തി അവിടെ വെക്കണം. ചലച്ചിത്ര സംവിധായകൻ രാമസിംഹൻ സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു. നാഷണൽ ഹിന്ദു ലീഗാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജനം, കോഴിക്കോട്.